വേണ്ടി വരുമെന്നാണ് ഇതിനകം ഞങ്ങൾ ചോദിച്ച റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ള മറുപടി. പാലക്കാട്ടും മലപ്പുറത്തും അതുപോലെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ കുറവുണ്ടാകും എല്ലാ അലോട്ട്മെന്റ് കഴിഞ്ഞാലും. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി പരമാവധി അഡീഷണൽ ബാച്ചുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം, ആ 10 വർഷക്കാലം വല്ലാത്തൊരു അവഗണനയായിരുന്നു മലപ്പുറത്തോട്. മലപ്പുറം എന്ന് കേൾക്കുന്നത് തന്നെ കലിയായിരുന്നു. ആ കലി തുള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ 1ാം സ്ഥാനത്തുണ്ടായപ്പോൾ ആ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും മറ്റു പലരും ഉണ്ടായി. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത കലിയാ. പിണറായി വിജയൻ വിട്ടുകൊടുത്തില്ല. ആ കലി അങ്ങനെ അടങ്ങാതെ അണയാതെ അവസാനം ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ആ കലിപ്പ് അങ്ങനെ കൊണ്ട് നടന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും തികഞ്ഞ അവഗണന. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന് ഒരു പരമപുച്ഛം. മലപ്പുറം എന്ന് കേൾക്കുന്നത് തന്നെ പിണറായി വിജയന് പുച്ഛം. അവഗണിച്ച് എല്ലാ മേഖലയെയും അവഗണിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തിൻ്റെ മക്കള് അവരങ്ങനെ പഠിച്ച് വളരണ്ട. പിണറായി വിജയൻ നോക്കിയപ്പോൾ മലപ്പുറത്തെ മക്കള് പല യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ, രാജ്യത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പലയിടത്തും പല രീതിയിൽ പഠിച്ചങ്ങനെ മുന്നേറുക. അപ്പം പിണറായി വിജയനെ എങ്ങനെ ചിന്തിച്ചിട്ടും വിട്ടുകൊടുക്കരുത്. മാക്സിമം ദ്രോഹിക്കണം. 10ാം ക്ലാസ് പാസ്സായി വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ, തുടർ വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസമാണ്, ഹയർ എഡ്യൂക്കേഷൻ അല്ല. പ്രാഥമിക വിദ്യാഭ്യാസം +1ഉം +2ഉം സീറ്റില്ല. കാരണം അത് കഴിഞ്ഞാലേ ഇനി അടുത്തതിലേക്ക് പോകണമെങ്കിൽ ഇത് കഴിയണം. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിഗ്രിക്ക് പോയി ചേരാൻ പറ്റില്ലല്ലോ. ഇത് കഴിയണം. സീറ്റില്ല. 10ാം ക്ലാസ് ജയിച്ചു കയറുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല. അങ്ങനെ 10 വർഷം മലപ്പുറത്തിൻ്റെ മക്കളുടെ അവകാശങ്ങളെ പോലും നിഷേധിച്ചുകൊണ്ട് ധാർഷ്ട്യത്തിൻ്റെ ഒരു പക തീർക്കുന്നത് പോലെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി മലപ്പുറത്തെ നോക്കിക്കണ്ടു. എല്ലാ മേഖലയിലും തികഞ്ഞ അവഗണന. അങ്ങനെ അവഗണിച്ച് 10 വർഷക്കാലം പിണറായി വിജയൻ ഇറക്കി ജനം. മലപ്പുറത്തെ ജനം ഒരെണ്ണം പോലും കൊടുത്തില്ല. 16-ൽ 16ഉം അങ്ങ് തീറെഴുതി കൊടുത്തു. മാറ്റം വന്നു. ആദ്യ അക്കാദമിക് ഇയർ, ഫസ്റ്റ് അക്കാഡമിക് ഇയർ UDF ഗവൺമെൻറ് വന്നിട്ട് ആദ്യത്തെ അക്കാഡമിക് ഇയർ ആണ്. ആ അക്കാഡമിക് ഇയറിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. എല്ലാം പരിഹരിച്ചു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതൊരു പ്രതീക്ഷയാണ്, അതൊരു തുടക്കമാണ്. കാരണം ഒരു സർക്കാർ വരുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർത്തും അവസാനത്തെ കുട്ടിക്കും സീറ്റ് കൊടുത്തിട്ട് അങ്ങനെ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നാലും അവസാനത്തെ കുട്ടിക്കും കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് പൊതുവിദ്യാഭ്യാസം അത് വിട്ടുകൊടുക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ പോലെ? ഞാൻ ഇന്നലെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഒരു സംഭവം കണ്ടു. ഒരു കമൻ്റാണ്. ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് വലിയ പരമപുച്ഛം തോന്നി. പരമപുച്ഛം മാത്രമല്ല, വല്ലാത്തൊരു എന്താ പറയേണ്ടത്, വിദ്യാഭ്യാസ മന്ത്രിയെ വല്ലാതെ, മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം നൽകിയതിൽ വല്ലാത്ത അരിശം പൂണ്ട ഒരു സഖാവിൻ്റെ ഒരു കമൻ്റാണ്. വല്ലാതെ ഒരു മാതിരി. കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ ആ 5 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ. അപ്പോൾ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കാമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻ്റ് തുടങ്ങുന്നത്.
മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുത്തത് വലിയ ആർക്കൊക്കെയോ വല്ലാതെ കുരുപൊട്ടുന്നുണ്ട്. ഈ കുരുപൊട്ടുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക. കവലച്ചട്ടമ്പിയായ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ യോഗ്യത പോലുമില്ലാത്ത ആ ശിവൻകുട്ടി, ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത പോലുമില്ലാത്ത ആ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരൻ എൻ ഷംസുദ്ദീന് ആ കസേരയിൽ ഇരിക്കാൻ 1000 തവണ അർഹനാണ് എന്നുള്ളതാ. 1, 2 ഒന്നല്ല, 1000 തവണ അർഹനാണ്. യെസ് ആ കമൻറ്റ് വന്നത് മനോരമ ന്യൂസിലെ ഒരു വാർത്തക്ക് താഴെയാ. എന്താണ് ആ വാർത്ത മറ്റൊന്നുമല്ല, ഗതാഗത മന്ത്രി CP ജോണിൻ്റെ ഒരു പ്രതികരണമാണ്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ഡ്രൈവിങ്ങും അറിയില്ല, ലൈസൻസും ഇല്ല എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ ഒരു കമൻറ്റ്. ആ കമൻറ്റിന് താഴെ ആ ഒരു വാർത്തയാണ്, ഗതാഗത മന്ത്രിയുടെ ഒരു പ്രതികരണം വെച്ചുകൊണ്ടുള്ളൊരു വാർത്ത. ആ വാർത്തക്ക് താഴെയാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ലീഗിൻ്റെ ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? ലീഗിൻ്റെ ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. ആ കമൻ്റ് ഇട്ട ആ വ്യക്തിയുടെ ഒരു മെൻറ്റാലിറ്റിയെ അതെത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കേരളത്തിൽ പല ആളുകൾ മന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന സാമാജികൻ കഴിഞ്ഞ കാലങ്ങളിൽ ആ മനുഷ്യൻ്റെ നിയമസഭയിലെ പെർഫോമൻസ്, ആ മനുഷ്യൻ്റെ അളന്നു മുറിച്ചുള്ള വാക്കുകൾ, ഇതൊക്കെ വെച്ച് കണ്ടിട്ടും ചോദിക്കാണ്, ഇതൊക്കെ ലീഗിന് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്ത് എന്നാണ്. ഷംസുദ്ദീനെ മന്ത്രിയാക്കിയതല്ല പ്രശ്നം, ലീഗിൻ്റെ ആളെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? അപ്പോൾ ആ മനുഷ്യൻ കമൻ്റ് ഇട്ട വ്യക്തി, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ആ കമൻ്റ് ഇട്ട വ്യക്തിയുടെ ഒരു മെൻറ്റാലിറ്റി എത്രത്തോളമാണ്. ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയതാണ് വല്ലാത്ത വേദന. ഈ ലീഗിന് മന്ത്രിസ്ഥാനം വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ ആള് ശിവൻകുട്ടി ആ കസേരയിൽ ഇരുന്നത്, കഴിഞ്ഞ 5 വർഷം ആ കസേരയിൽ ശിവൻകുട്ടി ഇരുന്നപ്പോൾ ഈ ചങ്ങാതി എന്തേ ഉറങ്ങുകയായിരുന്നോ അതോ ഈ കഴിഞ്ഞ മെയ് 18-നാണോ ഈ വിദ്വാനെ പ്രസവിച്ചിട്ടത് എന്നും എനിക്കറിയില്ല. ഇനി അതല്ല, കഴിഞ്ഞ 5 വർഷക്കാലം വല്ലതൊക്കെ വലിച്ചു കയറ്റി വാരി കിറുങ്ങി തല കറങ്ങി അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ പറന്ന് നടന്നതായിരുന്നു, അങ്ങനെയാവാം. ഒരു ബോധവും ഇല്ലാതെ കിട്ടിയതൊക്കെ വലിച്ചു വാരി കയറ്റിയിട്ട് പറന്ന് കിളിപാറി നടക്കുകയായിരുന്നോ എന്നുള്ളതും എൻ്റെ സംശയമാണ്. എന്താണെങ്കിലും വിദ്യാഭ്യാസം ലീഗിന് കൊടുത്തത് വലിയ പോരായ്മയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതേ പിണറായി വിജയൻ്റെ അതേ മെൻറ്റാലിറ്റിയാ. നിങ്ങളൊന്ന് ആലോചിക്കണം. ശിവൻകുട്ടിക്ക് മന്ത്രി കസേരയിൽ ഇരിക്കാം, ആർ ബിന്ദുവിന് മന്ത്രി കസേരയിൽ ഇരിക്കാം, അതും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ. ആലോചിക്കണം നിങ്ങൾ, ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മന്ത്രി കസേരയിൽ. എന്താണ് യോഗ്യത? എന്താണ് യോഗ്യത? ഇന്നിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ ക്യാബിനറ്റ്, VD സതീശൻ ക്യാബിനറ്റിലെ ഓരോ മന്ത്രിമാരെയും എടുത്ത് പരിശോധിച്ച് നോക്കുക. അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ ക്യാപ്പബിലിറ്റി അത് എത്രത്തോളമാണ്. ഇനി ഈ ക്യാബിനറ്റിലെ അംഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 10 വർഷം കഴിഞ്ഞ് 10 വർഷം പിണറായി വിജയൻ ഇരുന്നല്ലോ ആ കസേരയിൽ. എന്തായിരുന്നു പൊട്ടൻഷ്യൽ? RSSകാരൻ്റെ മുന്നിൽ ഓക്കാനിച്ച് നിന്നതല്ലാത്ത എന്ത് പൊട്ടൻഷ്യലാണുള്ളത്? RSSകാരൻ നാഗ്പൂരിൽ നിന്ന് കൈ ഉയർത്തി കൈരേഖ ഇങ്ങനെ കാണിക്കുമ്പോൾ ശരി യജമാ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിന്ന് കൊടുത്തതാണോ ഈ പറയുന്ന പൊട്ടൻഷ്യൽ? അപ്പോൾ പിണറായി വിജയനെ ആ കസേരയിൽ ഇരിക്കാമെങ്കിൽ, ശിവൻകുട്ടി എന്ന് പറയുന്ന തെരുവ് ഗുണ്ടക്ക് ആ കസേരയിൽ ഇരിക്കാമെങ്കിൽ, ഓഫ് കോഴ്സ് മുസ്ലിം ലീഗുകാരനും ആ കസേരയിൽ ഇരിക്കാം. ഈ പറയുന്ന ആളുകളെക്കാളൊക്കെ നല്ല യോഗ്യത മുസ്ലിം ലീഗുകാരനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ തികച്ചും അവഗണിച്ച് കലിപ്പ് മലപ്പുറത്തിൻ്റെ മക്കളോട് പോലും കാണിച്ച പിണറായി വിജയൻ ആട്ടിയിറക്കി കേരളത്തിലെ ജനം. മലപ്പുറക്കാർ പിന്നെ പറഞ്ഞില്ല,
ഒരു തരി പോലും, ഒരു കനൽ തരി പോലും മലപ്പുറത്തെ ജനം ബാക്കിയാക്കിയില്ല. തുടച്ചങ്ങ് നീക്കി 16-ൽ 16. എന്താണെങ്കിലും മലപ്പുറത്തിൻ്റെ മക്കളുടെ, മലപ്പുറത്തെ ജനങ്ങളുടെ, മലപ്പുറത്തുകാരുടെ പ്രതീക്ഷകൾക്ക് ചിറക് വാനോളം മുളക്കുകയാ. തങ്ങളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു സൗകര്യം, ഒരാവശ്യം, പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു വിരാമമാവുകയാണ്. മുസ്ലിം ലീഗുകാരൻ മന്ത്രി കസേരയിൽ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജിൽ ഒന്ന്. ഇത് മലപ്പുറത്തിന് മാത്രമല്ല കേട്ടോ, പാലക്കാടിനുണ്ട്, കോഴിക്കോടിനുണ്ട്, കാസർഗോഡിനുണ്ട്. എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് അവിടങ്ങളിലൊക്കെ ഉണ്ട്. വളരെ എമർജൻസി ആയിട്ട് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടങ്ങളിലൊക്കെ ഇതുണ്ട്. കേരളത്തിൽ ആകമാനമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ളത് ഈ മലപ്പുറത്തും പാലക്കാടും കോഴിക്കോടും സ്ഥലങ്ങളിലാണ്. അവിടങ്ങളിലൊക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിഷേധങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന അട്ടിമറികൾ, അഴിമതികൾ, ഇതിനെതിരെ ജന്തർ മന്ദറില് ജൻസി തെരുവില 6-7 ദിവസമായി ഉറക്കമില്ലാതെ ആ തെരുവിലങ്ങനെ. അവിടെയും സംഘപരിവാർ ഗുണ്ടകൾ വന്നിട്ട് ആ പ്രതിഷേധക്കാരെ അടിച്ചോടിക്കുവാനുള്ള, ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ വരെ നടത്തുക. അവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനുള്ള ഒരു വിരാമമായിരിക്കുന്നത്, മലപ്പുറത്തിന് ആശ്വാസമായിരിക്കുന്നത്. മലപ്പുറത്തിന് മാത്രമല്ല കേട്ടോ, ഞാൻ മലപ്പുറത്ത് പറയുന്നത് ഈ സീറ്റുകളുടെ പ്രശ്നത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം പ്രശ്നം നേരിട്ട് കൊണ്ടിരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശാവഹമാണ്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഈ പിണറായി വിജയൻ്റെ മെൻറ്റാലിറ്റിയും ഈ കമൻറ്റ്, ഞാൻ വായിച്ച കമൻ്റ് ഇട്ട വ്യക്തിയുടെ മെൻറ്റാലിറ്റിയും ഒക്കെ ഒരുപോലെയാണെന്ന് പറയുന്നതിന് കാരണം എന്താ? മുസ്ലിം ലീഗുകാരൻ മന്ത്രിയാകുമ്പോൾ ഈ മലപ്പുറത്തിനൊക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരെയൊക്കെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത്. മലപ്പുറത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുക, മലപ്പുറത്തിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുക എന്ന് പറയുന്നത് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വയറ്റിളക്കം പിടിച്ച പോലെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, വയറിളക്കം പിടിച്ചാൽ എന്താ അവസ്ഥ? ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് മാറാൻ പറ്റൂല. വീട്ടിൽ ഒരു ബാത്റൂമൊക്കെ ഉള്ളെങ്കിൽ പെട്ടതന്നെ. കാരണം എന്താ, മറ്റുള്ളൊരിടത്തിനും പോകാൻ പറ്റൂല. അപ്പം അവനിക്ക് വരിക. ഇത് എപ്പോഴാ ചീറ്റുക എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുപോലത്തെ അസ്വസ്ഥതയാണ് ഈ കൂട്ടങ്ങൾക്ക് എന്നുള്ളതാണ്.